വെൽക്കം ബാക്ക് ടു പാലക്കാടൻ കാന്താരി. അപ്പം എല്ലാവരും സുഖമാണ്, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രിപ്പ് മൂഡ് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. സത്യത്തിൽ ഇത് പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാനിരുന്നതായിരുന്നു. പക്ഷേ ഒരുപാട് റീസൺസ് അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും, നല്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, ഇന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോയിട്ടുള്ളത്. ഗുണ്ടൽപേട്ട് വഴിയാണ് നമ്മൾ മൈസൂരിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പം അതിലിടയ്ക്ക് നല്ല ചന്തമുള്ളൊരു വ്യൂ പോയിൻ്റ് കണ്ടു കേട്ടോ. അപ്പം നമ്മൾ രസമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് നിർത്താനായിട്ട് തോന്നും. അപ്പം മോനോട് ഒന്ന് സോപ്പിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിർത്തിയത് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് വീണ്ടും കയറി. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട്. കാരണം ഭയങ്കര കൂളാണ്, ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത് മൊത്തത്തിലുള്ളത്. കാരണം നല്ല രസമായിരുന്നു, നമുക്ക് പാട്ടൊക്കെ കേട്ട് പോകാം. അതിനുശേഷം മുതുമലൈ ടൈഗർ റിസർവ് ഏരിയയിൽ നമ്മൾ എത്തി. മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി തമിഴ്നാടിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പം ഈ ഒരു റിസർവ് ഏരിയയിൽ കൂടെ പോകുമ്പോൾ നല്ല ഒരു ക്ലൈമറ്റാണ്. അത് മാത്രമല്ല ഇവിടെ കുറേ അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, കുറേ മാനുണ്ടായിരുന്നു. ഈ റിസർവ് കഴിയുന്നവരെ ഒരുപാട് മാനുകളെ കണ്ടു. അതേപോലെ ആനകളുണ്ട്, മങ്കീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഏരിയയിലേക്ക് റീച്ച് ചെയ്തു. അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഏരിയ എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ പാർട്ടാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ റൗണ്ട് ചെയ്തിട്ട് കാണിച്ചിട്ടില്ല, ഇതിലൊരു ആനയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരെ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണുള്ളൂ. കാരണം ഈ മരങ്ങളുടെ ഇടയിൽ ആന നിൽക്കുന്നത് നമുക്ക് ശരിക്കും ഒറ്റ വ്യൂവിൽ നമ്മൾ ഒരിക്കലും കാണില്ല. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലെ പിള്ളേരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കൈയും കാലൊക്കെ ഇട്ടിട്ട് ആ എലിഫൻ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിലെ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. പിന്നെ എവിടെയും വണ്ടി നിർത്താൻ പാടില്ല, ആനിമൽസിന് ഫീഡൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ വന്നിട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൈസൂർ പാലസിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പം ഈ ഒരു മൈസൂർ പാലസിലേക്ക് വരണമെന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. കാരണം പാലസ് കണ്ട് ഫിലിമിലൂടെ മാത്രമേ നമ്മൾ പാലസ് കാണുന്നുള്ളൂ. അപ്പം എനിക്ക് നേരിട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പാലസിലേക്ക് പോയി. അപ്പോൾ ബാഗൊക്കെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം പ്രത്യേകം ഓർക്കുക, കയ്യിൽ ക്യാഷ് വെച്ച് വരിക, ഗൂഗിൾ പേ ഇവിടെ വർക്കാവില്ല. അപ്പം ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ കിട്ടി. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഈ ചെരുപ്പ് വെക്കാനുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതിനുശേഷം നമ്മളിതാ വീണ്ടും ടിക്കറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കയറ്റി വിട്ടു. അതിനുശേഷം ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കാൻ കേട്ടോ. അപ്പം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പം സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേ ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് ഈ ചുമരിലായിട്ട് കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ പാലസിൻ്റെ അകമൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ഡോറുണ്ട്. അപ്പോൾ ആ ഡോറിനെ ശ്രദ്ധിച്ച് നമുക്കറിയാം അവിടുത്തെ ഒരു കൊത്ത് വർക്കുകളൊക്കെ നമ്മൾ ഇന്നൊന്നും കാണാത്ത രീതിയിലാണ് പല വർക്കുകളും അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം എത്രയോ പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ ഒരുപാട് സൗകര്യങ്ങളില്ലാത്ത സമയത്ത് പോലും അത്രയും ഭംഗിയായിട്ടാണ് ആ ഒരു കൊട്ടാരം പണിതിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല ഇവിടെ കുറേ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. അവരുടെ, എനിക്ക് തോന്നുന്നു കൊട്ടാരത്തിലുള്ളവരുടെ മക്കളും അതേപോലെ രാജാക്കന്മാരും അവരുടെ കുട്ടികളും അതേപോലെ ഇവിടെ ഒരുപാട് പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ യൂസ് ചെയ്തെന്ന് കരുതപ്പെടുന്ന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ എന്തൊക്കെ ആമാടപ്പെട്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കതിനെ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രഥങ്ങളൊക്കെ കണ്ടു കേട്ടോ. പക്ഷേ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്നും ഒരുപാടൊന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ആനയുടെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ആ കൊമ്പിൻ്റെ നടുവിലൊരു ആനയുടെ പിക്ചർ വെച്ചിട്ടുണ്ട്. അതിൽ രാജാവ് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ആനയുടെ കൊമ്പ് എടുത്തിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇതൊരു സിൽവറിൻ്റെ മിററാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തെത്തിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത് അത് സിൽവറിൻ്റെ മിററായിരുന്നു എന്ന്. പിന്നെ തിരക്കുള്ളത് കാരണം നമുക്ക് കൂടുതൽ സമയം എവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോകരുത് ഇവിടെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത് കാരണം നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഈ അകത്ത് കയറിയിട്ട്. പിന്നെ നമുക്ക് കാണാം ഈ വരാന്തകളും ഇതൊക്കെ കാണാമെന്നല്ലാണ്ട് റൂമും കാര്യങ്ങളൊന്നും തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ ഇത് ഒരുപക്ഷെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ ആയിരിക്കാം. യുദ്ധങ്ങളും ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കളരി അതേപോലെ തന്നെ ഒരുപാട് ആയുധ കലകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയ ആയിരിക്കാം ആ ഒരു ഗ്രൗണ്ട് എന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ഇത് പുറത്തേക്ക് വരുമ്പം കാണും കുറേ
ആനകളൊക്കെ യൂസ് ചെയ്തിരുന്ന കരുതപ്പെടുന്ന കുറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശേഷം നമ്മൾ വണ്ടി വീണ്ടും നമ്മളെടുത്ത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സൂവിലേക്കാണ്. നമ്മൾ സൂവിലേക്ക് റീച്ചായി. അപ്പോൾ സൂവിലെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂവിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ സൂവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാർക്കിംഗ് ഏരിയ നമ്മൾ കുറച്ച് നടന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പാതാളത്തിൽ കൂടെ പോണ പോലൊരു വഴിയുണ്ട്. അത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂവിലേക്ക് റീച്ച് ആകാൻ പറ്റും. ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡനാണിത്. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു സൂ ഉള്ളത് കേട്ടോ. നല്ല നീറ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് മാത്രമല്ല പ്ലാസ്റ്റിക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് പ്ലാസ്റ്റിക് ഒന്നും കയറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ ബോട്ടിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക ക്യാഷ് ആയിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എമി ഭയങ്കര ഹാപ്പിയാണ്. കാരണം എമിക്ക് അനിമൽസിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല അവളുടെ ഫ്രണ്ട്സ് കുറേ ഉണ്ട് അവിടെ. ഫ്രണ്ട്സ് മീൻസ് മങ്കീസ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞത് ഒരു ടൈഗറാണിത്. ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറേ സൂവിൽ കണ്ടിട്ടുണ്ട്, മൂവ് ചെയ്യാതെ കിടക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് മങ്കിയാണ് കേട്ടോ. അപ്പം മങ്കി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള മങ്കിയായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ എടുക്കാനുണ്ടായിരുന്നു, കുറേ ബേർഡ്സ് ആനിമൽസിൻ്റെയൊക്കെ. പക്ഷേ എനിക്ക് കൗതുകം തോന്നിയ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ അടുത്തു കൂടെ പോവാണ് കേട്ടോ. ഒരു പുള്ളിപ്പുലിയാണ്, അത് ഗ്ലാസിൻ്റെ തൊട്ടടുത്ത് കൂടെ പോവുകയാണ്. ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിംഹമായിരുന്നു കേട്ടോ അതാ ഈ ഒരു കാണുന്നത്. പക്ഷേ എനിക്ക് മുഖം നേരെ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ വലിയൊരു സിംഹമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഇത് വേറെ ഒരു കരടിനെ ഞാൻ ഇതുവരെ സൂവിൽ പോയിട്ട് ഞാൻ കരടിനെ കണ്ടിട്ടില്ല. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ നേരിട്ട് കരടിനെ കാണുന്നത്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ചിമ്പാൻസി. അതേപോലെ തന്നെ മങ്കീസിൻ്റെ ഒരുപാട് വെറൈറ്റി മങ്കീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് മങ്കീസിനെ അവിടെ കണ്ടു. പിന്നെ ഇതാണ് ചിമ്പാൻസി കേട്ടോ. ശരിക്കും എനിക്ക് മനുഷ്യൻ്റെ അതേപോലെ തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്ന് വന്നിട്ട് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. മസനഗുഡിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണത്. ഒരുപാട് നല്ല ഫെസിലിറ്റി ഉള്ള റൂമായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര നീറ്റായിരുന്നു. അതേപോലെ തന്നെ നല്ല ഫെസിലിറ്റി ഉള്ള ഒരു റൂമായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. മസനഗുഡിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. പിറ്റേഴ്സ് നമ്മൾ പോയത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ ആ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.